കൂട്ടുകാരെ എല്ലാവർക്കും ലാൽസ് കിച്ചണിലേക്ക് സ്വാഗതം. അടിപൊളി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയാലോ? ഗ്ലാസ് ജാറിലോട്ട് കൊത്തിയരിഞ്ഞ ഈന്തപ്പഴം, നെടുകെ പിളർന്ന അണ്ടിപ്പരിപ്പ്, മിക്സഡ് ഫ്രൂട്ട്, മിക്സഡ് പീൽ, ഓറഞ്ചിൻ്റെ നാരങ്ങയുടെയൊക്കെ തൊലിയാണത്, ഗ്ലേസ്ഡ് ചെറി, അതുപോലെ നമ്മുടെ മിക്സഡ് ഫ്രൂട്ടിനകത്ത് റൈസിൻസും ടൂട്ടി ഫ്രൂട്ടിയുമാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് റം ഒഴിച്ച് നന്നായിട്ട് കുതിർത്ത് ഒരു 2 മാസത്തോളം ഇട്ടേക്കുക. എയർ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്ത് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിൻ്റെ അളവുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇങ്ങനെ നമ്മൾ 2 മാസത്തോളം റമ്മിൽ കുതിർത്തിട്ട് കഴിഞ്ഞാൽ കേക്കിന് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറേ നാളിത് സൂക്ഷിച്ച് വെച്ചേക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞു. നമുക്കിനി കേക്ക് ഉണ്ടാക്കാം. 250 ഗ്രാം ബട്ടർ എടുക്കുക. ഹാൻഡ് മിക്സർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് 250 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 4 മുട്ട ചേർത്ത് അടിച്ച് എടുക്കുക. ഒരു ടീസ്പൂണ് വനില എസൻസ്, 150 ml പാല് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തോട്ട് സെൽഫ് റൈസിങ് ഫ്ലോർ ഒരു 350 ഗ്രാം ഇട്ട് ചെറുകെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ബാറ്ററിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കരിച്ചത് അല്ലെങ്കിൽ കാരമൽ സോസ് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റമ്മിൽ കുതിർത്ത് വെച്ചിരുന്ന ഫ്രൂട്ടിൽ നിന്നും ഒരു 350 ഗ്രാം ഫ്രൂട്ട്സ് എടുത്തിട്ട് ഈ ബാറ്ററിനകത്തോട്ട് ഒരല്പം പ്ലെയിൻ ഫ്ലോർ മിക്സ് ചെയ്ത് അതൊന്ന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിനകത്തോട്ട് ഒരല്പം നമ്മൾ കേക്കിന് ഉപയോഗിച്ച അതേ ഫ്ലോർ തന്നെ മതി, 1 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ടിട്ട് നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിനകത്തോട്ട് മിക്സർ കൊണ്ട് അടിക്കേണ്ട ആവശ്യം ഇല്ല. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനെ നമുക്ക് കേക്കിൻ്റെ മോൾഡിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 7 ഇഞ്ച് വലിപ്പമുള്ള 2 എണ്ണമാണ്. അല്ലെങ്കിൽ വലുതാണെങ്കിൽ 10 ഇഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിനകത്ത് ഒറ്റ കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എങ്കിലും ഞാനിതിനെ 2 കേക്കായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എയർ ബബിളൊക്കെ മാറ്റി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെടുകെ പിളർത്തിയത് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒരു 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഈ ബാറ്ററിനെ എടുത്തു വെക്കാം. 1.25 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ കേക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കും. ഇത് കഴിച്ചവരൊക്കെ പറഞ്ഞു ഇതിലും നല്ല കേക്ക് സ്വപ്നങ്ങളിൽ മാത്രമെന്ന്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും. നമുക്ക് ഈ മോൾഡിനകത്തുനിന്ന് നമുക്കൊന്ന് ഊരിയെടുക്കാം ഇത് കേക്കിനെ.
വളരെ മനോഹരമായ കേക്കാണ്. ആ കാഷ്നട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ചന്തമാണ്. നിങ്ങളിതെന്തായാലും ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിമനോഹരമായ കേക്കാണ്. ഇതൊരൊറ്റ പീസ് കഴിച്ചാൽ മതി, നമ്മൾ ശരിക്കും കിറുങ്ങും. അത്രയ്ക്ക് നല്ല ടേസ്റ്റും മാധുര്യവുമാണ്. നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്തെ കളറൊക്കെ നല്ല നല്ല കളറാണ്, മനോഹരമാണ്, വളരെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് ഒരുപാട് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഉണ്ടാക്കി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.